ITI കോഴ്സുകൾ പഠിച്ചാൽ തുടർന്നുള്ള ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ചോദ്യം വരാറുണ്ട്. എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ടോപ്പിക്ക് തന്നെയാണ്. അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ITIകൾ അല്ലെങ്കിൽ ITCകളിൽ നിന്ന് ട്രെയിനിങ് നേടിയതിനു ശേഷം കുട്ടികൾക്ക് തുടർന്നുള്ള ഹയർ എഡ്യൂക്കേഷൻ ഡിഗ്രി പഠനത്തിന് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതാണ്. ITI കോഴ്സുകൾ ചെയ്താൽ അല്ലെങ്കിൽ ITC കോഴ്സുകൾ ചെയ്താൽ നമുക്ക് തുടർന്നുള്ള വിദ്യാഭ്യാസം എങ്ങനെ ചെയ്യാൻ പറ്റും. തുടർന്നുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കൺവെൻഷണൽ ആയിട്ടുള്ള +2 ഡിഗ്രി, മാസ്റ്റേഴ്സ് അങ്ങനെയുള്ള ആ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പറ്റുമോ, പറ്റുമെങ്കിൽ എങ്ങനെ എന്നുള്ള ചോദ്യമാണ്. സോ ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നിങ്ങളോട് പറയാനുള്ളത് ITI കോഴ്സുകളെക്കുറിച്ച് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഓൾറെഡി 2 എപ്പിസോഡുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു ഡിസൈൻ എന്നുള്ളത് ആദ്യം നമ്മൾ ITI കോഴ്സിനെ കുറിച്ചുള്ള ചെറിയൊരു സമ്മറി, മുഖവുരയാണ്. അതിനുശേഷം ITI കോഴ്സ് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സോ ദാറ്റ് നമുക്ക് നമ്മുടെ +2 അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സിലേക്ക് പോകാൻ വേണ്ടി എന്ന കാര്യമാണ്. സോ ഈ 2 കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ കൂടിയാണ് ഈ എപ്പിസോഡ് മുന്നോട്ട് പോകുന്നത്. സോ ആദ്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ITI കോഴ്സുകളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, അതായത് കൺവെൻഷണൽ എഡ്യൂക്കേഷനോട് താല്പര്യമില്ലാത്ത കൂട്ടുകാരാണ് ITI കോഴ്സുകൾ സെലക്ട് ചെയ്യാറ്. ഏതായിരുന്നാലും ITI കോഴ്സിൻ്റെ മെയിൻ ഉദ്ദേശം എന്നുള്ളത് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക, സ്കിൽ ഡെവലപ്പ് ചെയ്യുക ഒരു പ്രത്യേക ട്രേഡിൽ എന്നുള്ളതാണ്. എന്താണ് ഒരു ട്രേഡ്, ഏതൊക്കെ രീതിയിലുള്ള ട്രേഡുകളാണ് IT കോഴ്സുകൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാർക്ക് അതിൻ്റെ എപ്പിസോഡുകൾ കാണാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കാർഡായിട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് തിരിച്ചു വരാനുള്ളത് ITI കോഴ്സുകളുടെ പ്രത്യേകതയെക്കുറിച്ചാണ്. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും സ്കിൽ സെറ്റും നമുക്ക് നൽകുന്ന ഒരു പ്രത്യേകതരം എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ITI സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കേരളത്തിൽ ഗവൺമെൻറ് തലത്തിലും അതോടൊപ്പം സ്വകാര്യ രീതിയിലും നടത്തുന്ന 500-ൽ കൂടുതൽ സ്ഥാപനങ്ങളാണുള്ളത്. കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. കൂടാതെ ITI കോഴ്സുകൾ 4 സ്വഭാവത്തിലുള്ളതാണ്, രീതിയിലുള്ളതാണ്. അതിൽ ആദ്യത്തേത് 3 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സായിട്ട് നടത്താറുണ്ട്. 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സായിട്ടും ITI കോഴ്സുകൾ നടത്താറുണ്ട്. 1 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സായിട്ടും ITI കോഴ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം നോൺ എഞ്ചിനീയറിംഗ് സ്ട്രീമിലും ITI കോഴ്സുകളുണ്ട്. SSLC മിനിമം ക്വാളിഫിക്കേഷനാണ്. SSLC കഴിഞ്ഞ് +2 കഴിഞ്ഞ കൂട്ടുകാർക്കും ITI കോഴ്സുകൾ ചെയ്യാൻ പറ്റും. ഈവൻ ഡിഗ്രി കഴിഞ്ഞ കൂട്ടുകാർക്കും ITI കോഴ്സുകൾ ചെയ്യാൻ പറ്റും എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ പലപ്പോഴായി ചോദ്യങ്ങൾ വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യം പ്രത്യേകം നിങ്ങളോട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ITI ട്രെയിനിങ് കോഴ്സുകൾ ചെയ്തതിന് ശേഷം പോസ്റ്റ് ITI പരിശീലനം എന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് SCVT സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചും അതോടൊപ്പം നാഷണൽ ലെവലിലുള്ള, ദേശീയ തലത്തിലുള്ള നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് എന്നുള്ള NCVT സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചും. സോ NCVT സർട്ടിഫിക്കറ്റ്സിൻ്റെ പ്രത്യേകത ദേശീയ തലത്തിൽ ഒരൊറ്റ സിലബസും ഒരൊറ്റ എക്സാമും ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് സ്വീകാര്യത അല്പം കൂടുതൽ തന്നെയാണ്. അതോടൊപ്പം മനസ്സിലാക്കാനുള്ളത് NCVT വഴിയാണ് നിങ്ങൾ ITI കഴിഞ്ഞുള്ള പരിശീലനം നേടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ വിവിധ ലെവലിലുള്ള നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്, അതായത് NSQFൻ്റെ അംഗീകാരം കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ്. തിരിച്ച് നമുക്ക് നമ്മുടെ എപ്പിസോഡിൻ്റെ 2ാമത്തെ ലക്ഷ്യം, അതായത് ITI കുറിച്ചുള്ള ചെറിയൊരു മനസ്സിലാക്കൽ കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ളത് എങ്ങനെയാണ് ITI പഠിച്ചതിന് ശേഷം നമുക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള, അതായത് +2 ഡിഗ്രി എന്ന രീതിയിലുള്ള ആ ഒരു എഡ്യൂക്കേഷനിലേക്ക് പോകാൻ പറ്റുക എന്നുള്ളത്. സോ ഇവിടെ 2 സ്വഭാവത്തിലുള്ള കൂട്ടുകാരാണ് ITI കോഴ്സുകൾ സെലക്ട് ചെയ്യാറ്. ഒന്ന് SSLC കഴിഞ്ഞ് ITI സെലക്ട് ചെയ്യുന്ന കൂട്ടുകാരും, മറ്റത് SSLC ഇല്ലാതെ ITI കോഴ്സ് സെലക്ട് ചെയ്യുന്ന കൂട്ടുകാരും. സോ നിങ്ങൾ ITI
സെലക്ട് ചെയ്യുമ്പോൾ SSLC ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ITയിലുള്ള കോഴ്സുകളോടൊപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് NOSൻ്റെ 2 സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൽ ഒരു സബ്ജക്റ്റ് എന്നുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജും മറ്റത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐച്ഛികമായ സബ്ജക്റ്റും വിഷയവും സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ITI കോഴ്സിലുള്ള ആ സബ്ജക്റ്റുകളും NOSൻ്റെ ഈ 2 സബ്ജക്റ്റുകളും നിങ്ങൾ പാസ്സാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് SSLC ഇക്വാലൻസി കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ്. അതല്ല നിങ്ങൾ 10th കഴിഞ്ഞാണ് ITI കോഴ്സിലേക്ക് പോകുന്നത്. ITI കോഴ്സുകളോടൊപ്പം നിങ്ങൾ NOSൻ്റെ 2 സബ്ജക്റ്റുകൾ, അതിൽ ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജും മറ്റത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റും സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് +2 ഇക്വാലൻസി കൂടി ലഭിക്കുന്നു നിങ്ങളുടെ ITI കോഴ്സ് സർട്ടിഫിക്കറ്റിനോടൊപ്പം എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി ചില കൂട്ടുകാർക്ക് BSc കോഴ്സുകൾ, അതായത് സയൻസ് റിലേറ്റഡ് കോഴ്സുകളിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. ആഫ്റ്റർ യുവർ ITI പ്രത്യേകിച്ച് BSc പോലുള്ള കോഴ്സുകൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ITI കോഴ്സുകളുടെ സബ്ജക്റ്റുകളോടൊപ്പം NOSലെ 2 സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, മസ്റ്റാണ്, മറ്റത് സയൻസ് സബ്ജക്റ്റ് ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ മനസ്സിലാക്കാനുള്ളത്. ITIകളെ കുറിച്ചുള്ള ITI കോഴ്സിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണവും അതോടൊപ്പം ITI കോഴ്സ് പഠിച്ചതിന് ശേഷം എങ്ങനെ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാം ഇൻ എ കൺവെൻഷണൽ വേ ഡിഗ്രി എന്ന രീതിയിൽ എന്ന കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കമൻറ്റ് ബോക്സിൽ. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ്? തീർച്ചയായിട്ടും എഡ്യൂക്കേറ്റർ എപ്പിസോഡുകൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, കരിയർ ഗൈഡൻസ്, പ്രൊഡക്ടിവിറ്റി, ബുക്ക് റിവ്യൂ, കേസ് സ്റ്റഡീസ്, കരിയർ പ്രോസ്പെക്ട്സിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. അതോടൊപ്പം എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസിൽ നിലനിൽക്കുന്ന പല കൺഫ്യൂഷനുകളും ഒഴിവാക്കാനും സഹായിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഓരോ എപ്പിസോഡും പ്ലാൻ ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് ഈ എപ്പിസോഡുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി. അതോടൊപ്പം എപ്പിസോഡുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദ എഡ്യൂക്കേറ്റർ കമ്മ്യൂണിറ്റി കൂടി ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാനും സാധിക്കുന്നതാണ്. എല്ലായ്പ്പോഴും നിങ്ങൾ നൽകി വരുന്ന സപ്പോർട്ടിന് നന്ദി. നിങ്ങളുടെ വ്യൂസും കമൻസും ഫീഡ്ബാക്സും ഈ എപ്പിസോഡിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. Have a great career, have a great life ahead.